ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താന്തങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിലെ ധന്യനായ വിശുദ്ധ പൗലോസ് നമ്മെ അറിയാവുന്നതായ കാര്യം ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് ധന്യനായ വിശുദ്ധ പൗലോസ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ തക്കവണ്ണം ഉള്ള മന്ദിരമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അങ്ങനെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുടെ അനുഭവത്തിലേക്ക് വിലയ്ക്ക് വാങ്ങി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അത് നമ്മുടെ ശരീരത്തെ പരിപാലിക്കേണ്ടതായ ഉത്തരവാദിത്വവും ചുമതലയും ഓരോ വ്യക്തികൾക്കുമാണ് ദൈവം നൽകി തന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ളവർക്ക് അതിന്മേൽ അധികാരമില്ല. നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ അപ്രകാരം നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന എൻ്റെ ഈ ശരീരം അശുദ്ധമാക്കാതെ മലിനപ്പെടാതെ നോക്കേണ്ടതായ പൂർണ്ണ ഉത്തരവാദിത്വം അവരവർക്കുള്ളതാണ് എന്ന് ഇവിടെ ധന്യനായ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുക. അപ്പോൾ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിലൂടെ നമ്മെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതൊരു വിധത്തിലും നമുക്ക് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നതായ ഭക്ഷണങ്ങൾ കഴിക്കുകയും കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതായത് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന നിലയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ ലോകത്തിലുള്ള സകലതിനുമേൽ അധികാരം നൽകപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം പരിപാലിക്കുവാൻ, ഈ ലോകത്തിൽ ഈ തോട്ടം പരിപാലിക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യം. അപ്പോൾ നാം എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പലപ്പോഴും ലേഖനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാം സുഖമായി ഇരിക്കണം, സകലത്തിനും സുഖമായി ഇരിക്കണം എന്നാണ് യോഹന്നാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നാം ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെട്ടവരായി ശാരീരികമായ സുഖം പ്രാപിച്ച് സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ കർത്താവിൽ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരൊക്കെയും നല്ല ആരോഗ്യമുള്ളവരായി, തീക്ഷ്ണതയുള്ളവരായി, ഉത്സാഹമുള്ളവരായി, അവർ വളരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നാൽ മറ്റു ചിലർ ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് എന്തായാലും ഒരിക്കൽ മരിക്കുമെന്ന്, നമുക്ക് എങ്ങനെ വേണേലും എന്തും കഴിക്കാം, എന്തും കുടിക്കാം, എങ്ങനെയും ജീവിച്ച് പോകാം എന്ന ചിന്തയിൽ ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുവാൻ ഇട. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ ദൈവം നൽകി തരുന്ന അല്പസമയം ആരോഗ്യത്തോടു കൂടെ ആയിരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പലപ്പോഴും നാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളെയൊക്കെയും അനുസരിക്കാൻ തയ്യാറാകാതെ വണ്ണം നാം ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷ പരസ്യ ശുശ്രൂഷയിൽ അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക വ്യാധിക്കാരെ സൗഖ്യമാക്കി. കർത്താവും അവിടെ ആഗ്രഹിച്ചത് എല്ലാവരും സൗഖ്യമായും സുഖമായും ഇരിക്കണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചില വ്യക്തികളുടെ ശരീരത്തെ അനേക ഭൂതങ്ങൾ വസിക്കുന്നതായി കണ്ടിട്ട് അതിൽ നിന്ന് അവനെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം പ്രകാരം പറയുന്നു, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു താൻ ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് പള്ളികളിൽ ഉപദേശം കൊടുത്തുകൊണ്ട് എപ്രകാരമായിരിക്കണം ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെയൊക്കെയും അനുസരിക്കേണ്ടത്, മോശയുടെ ന്യായപ്രമാണങ്ങളെയൊക്കെയും മറ്റുള്ളവർക്ക് അതിന്റെ പൊരുളുകളെ തിരിച്ചു കൊടുത്തുകൊണ്ട് അനേകരെ അത് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു ആയിരുന്ന ഇടങ്ങളിൽ കൂടി വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾക്കുവാൻ ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്തതായ വാക്കുകൾ അവരെ അതിശയിപ്പിക്കുമാറ് ആ തിരുവായിൽ നിന്ന് വരുന്ന തിരുവചനം കേൾക്കുവാൻ തക്കവണ്ണം അനേകർ ഒത്തുകൂടിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ കൂട്ടത്തിൽ അനേക രോഗികൾ ഉണ്ടായിരുന്നു, സകല ദീനവും പിടിച്ചവരുണ്ടായിരുന്നു, വ്യാധിയാൽ ഭാരപ്പെട്ടവരുണ്ടായിരുന്നു. അവർക്കൊക്കെയും സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുകയും അനേകരെ സൗഖ്യമാക്കുകയും ചെയ്തായിട്ടും കാണുവാൻ സാധിക്കും. ഇന്ന് ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ ദാനമായി നമ്മളിൽ ഇരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ നമ്മൾ കാത്തു പാപം ഒഴികെ പാവങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ സ്വർഗം ഇന്ന് നമ്മളെക്കുറിച്ച് പ്രിയമുള്ളവരെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എപ്രകാരമാണ് ഈ ലോകത്തിൽ ആയിരിക്കും നമ്മെ കർത്താവായ യേശുക്രിസ്തു തന്റെ വിലയേറിയ രക്തം കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തത്തോളം ഊറ്റിക്കൊടുത്തുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വന്തമല്ല ഇത് എന്ന് നമുക്ക് കാണുവാൻ നമ്മുടെ ശരീരം ദൈവത്തിനുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മലിനപ്പെടാതെ വണ്ണം ദൈവത്തിന്റെ വചനപ്രകാരം അതനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് ഇന്ന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് കേൾപ്പിച്ചതായ തിരുവചനം അനുസരിച്ച് അടിയങ്ങൾക്ക് കർത്താവെ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ വേണ്ടവണ്ണം പരിപാലിച്ച് സംരക്ഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് കൃപ തന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നവർക്ക് ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനമൊക്കെയും നൽകി കൊടുത്ത് സ്വർഗം അനുഗ്രഹിക്കണം. രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലൊക്കെയും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പിഴുതുള്ള പൊൻകരം നീട്ടി സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.